ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? നമസ്കാരം. എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ജബ്രി. ഈ ഗബ്രിയും ജാസ്മീനും തമ്മിലുള്ള ബന്ധം ബിഗ് ബോസ് മുതൽ, ബിഗ് ബോസ് ആ സീസൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ കാട്ടുകൂട്ടിയതൊക്കെ. അപ്പൊ അതല്ല, അതിനുശേഷവും ഇവര് വെളിയിൽ വന്നതിന് ശേഷം ഇവര് നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയും, ഇടയ്ക്ക് പറയും ഫ്രണ്ട്സ് ആണെന്ന് പറയും, ഇടയ്ക്ക് പറയും അതിലും വലിയൊരു ബന്ധമാണെന്ന് പറയും. എന്തോ ആയിക്കോട്ടെ, അവരങ്ങനെ ഒരുമിച്ചായിരുന്നു, നടപ്പും എടുപ്പും എല്ലാം. ഗിഫ്റ്റ് കൊടുക്കുന്നു, ഗിഫ്റ്റ് വാങ്ങിക്കുന്നു, പോകുന്നു, ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഷൈൻ ചോദിച്ച ഒരു ചോദ്യത്തില് ഗബ്രി കൊടുത്ത ഒരു മറുപടിയാണ് ഇപ്പം വൈറലായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ജാസ്മിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ എല്ലാരും പറയുന്നത് ഗബ്രി എന്തായാലും ജാസ്മിനെ നല്ല രീതിയിൽ തേച്ചു എന്നുള്ളതാണ്. ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്, അത് ഞാൻ മാത്രമേ ഉള്ളൂ ബാച്ചിലർ, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചവരും അതുപോലെ ലിവിങ് ടുഗദർ ആണെന്ന് പറയുമ്പോൾ ഗബ്രിയെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ തന്നെ ഗബ്രി പറയുന്നു, ആര്, ഞാനോ? എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ല, അങ്ങനെ ഒരു ബന്ധമേ ഇല്ല, അത് ആരാ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗബ്രി ചോദിക്കുന്നത്. മനസ്സിലായി കാണും. ഇത് നേരത്തെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് ഈ ഗബ്രി ജാസ്മിനോട് അടുക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് വലിയൊരു ചതി ഒളിഞ്ഞു കിടപ്പോണ്ടേ എന്നുള്ളത്. ഈ ജാസ്മിന് ബിഗ് ബോസിൽ പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്ത് അവസാനം എയർപോർട്ടിൽ കൊണ്ടുവിട്ട് ടാറ്റ കൊടുത്തിട്ട് പോയ ആളാണ് ഈ പറയുന്ന ജാസ്മിനെ കല്യാണം കഴിക്കാതിരുന്ന ആ പയ്യൻ. ഒരു പാവം പിടിച്ചൊരു പയ്യനാണ്. അവനാണെങ്കിൽ വന്നിട്ട് അതിന് അവസാനം കരയുക വരെ ചെയ്തു. അതൊന്നും മൈൻഡ് ആക്കാതെ അകത്ത് പോയിട്ട് ഗബ്രിയെ കണ്ടപ്പോഴത്തേക്ക് നേരെ ഉൾട്ടാ തിരിഞ്ഞ് ജാസ്മിൻ എന്ത് ചെയ്തു, ഗബ്രിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പാന്ന് പറയും, ഇടയ്ക്ക് പറയും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയും, ഇടയ്ക്ക് പറയും ഞങ്ങൾ അതിലും വലിയ ബന്ധമാണ്, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഗബ്രി തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് ഈ ആളെ അറിയത്തേ ഇല്ല, ആരുമായിട്ട്, ഞാൻ സിംഗിൾ ആണ്, ഞാൻ മിങ്കിൾ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇപ്പം ജാസ്മിനാണോ തേച്ചത് ഗബ്രിയാണോ തേച്ചതെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. എന്തായാലും ഒരു ബന്ധവും ഇല്ല, ഞങ്ങൾ തമ്മിൽ അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ അതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ലെന്നാണ് ഇവർ ഷൈൻ ടോം ചാക്കോ പറയുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. വർഷങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ഗബ്രിക്കും ജാസ്മിനും മാത്രമായിട്ട് കുറെ ആരാധകരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അവരിപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇനി ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ പോലെ നമ്മളെ ഇനി തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാണോ അതോ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണോ എന്ന് അങ്ങനെയുള്ള ഫാൻസുകാരെ പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഗബ്രിയുടെ ആൻസർ. ഷൈൻ ടോം ചാക്കോ ചോദിച്ചാൽ ശരിയല്ലേ? എല്ലാരും പൊട്ടന്മാരാക്കുവാണോ? ഇനി ഞാൻ പൊട്ടനായതാണോ, എനിക്ക് വട്ടായതാണോ, ഇനി നാട്ടുകാർക്ക് മൊത്തവും വട്ടായതാണോ എന്നുള്ള രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് എല്ലാവരും ഇത് തന്നെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഇവർ അപ്പോഴും അവരുടെ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വിദേശത്ത് പോകുന്നു, വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് നടക്കുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇവർ തമ്മിൽ നല്ല സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത്, കാലാകാലങ്ങളിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന്. അപ്പൊ ഇത്രയും ദിവസം അതിനെക്കുറിച്ച് പിന്നെ വേറെ ആരും സംസാരിക്കാൻ വന്നിട്ടില്ല. നമ്മളും ഈ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം. വേറെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഇഷ്ടമാണല്ലോ, അവർ ഒരുമിച്ച് താമസിക്കണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത്. ജാസ്മിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു, ജാസ്മിനെ നീ പോയി ചാടരുത്, നിനക്കറിയത്തില്ല, നീ വെടും, അവസാനം നിനക്ക് പണി കിട്ടും എന്നുള്ളത്. എന്തായാലും ജാസ്മിന് പണി കിട്ടി എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. ഗബ്രിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? ഗബ്രിക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഗബ്രി ഇങ്ങനെ സിനിമയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് എനിക്കിങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു പോയാലും ഗബ്രിക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ആർക്കാണ്? ജാസ്മിനാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ജാസ്മിന് നല്ലൊരു ബന്ധം കിട്ടുമോ? ഒറ്റ ചോദ്യം. ജാസ്മിൻ ആ ബിഗ് ബോസിനകത്ത് കാട്ടിക്കൂട്ടിയതും അതിനുശേഷം വെളിയിൽ വന്നിട്ട് ഈ ഗബ്രിയുമായിട്ട് നടന്നതും എടുത്തതും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവര് വാശി പോലെയായിരുന്നു. അതിന് കൂട്ടുനിന്ന വേറെ കുറെ പേരുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ജീവിക്കട്ടെ, ആർക്കാ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തവരൊക്കെ ഒരുപാടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെല്ലാം. ഇപ്പോൾ ആരുണ്ട്? അവസാനം വരുമ്പോൾ ആരും കാണത്തില്ല എന്ന് പറയും. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളത്. അവനവന്റെ ഉപയോഗം കഴിയുമ്പോൾ അവനവന്റെ പാട് നോക്കി പോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇവര് ഒരു വാശിയുടെ മേളിൽ എന്ന് വെച്ചാൽ ഞങ്ങളെ എതിർത്തവർക്കെല്ലാം ഞങ്ങളുടെ മറുപടി ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് വീഡിയോ ചെയ്യാനും എടുക്കാനും ഒക്കെ തുടങ്ങിയത്. അവസാനം ഇപ്പൊ എന്തായി? ഗബ്രിക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ജാസ്മിനെ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. ഷൈൻ ടോം ചാക്കോ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ
സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ ആണ്, ഇനിയും പെണ്ണുങ്ങളെ തിരയുന്നു എന്നാണ് പറഞ്ഞത്. പെണ്ണ് കെട്ടാനാണോ ഇനി ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് കൂടാനാണോ ലിവിങ് ടുഗദർ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഗബ്രി ആണല്ലോ ആള്. അതുകൊണ്ട് എന്നിട്ട് അത് കേട്ടതിന് ശേഷം നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഇനി സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എനിക്ക് വട്ടായതാണോ ലോകത്തുള്ളവർക്ക് മൊത്തം വട്ടായതാണോ, അപ്പൊ ഇനി എന്നെ ഇവരെല്ലാം കൂടെ പറ്റിക്കുവാണോ, പല പല തോന്നലുകളായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ മനസ്സിൽ കൂടി പാഞ്ഞു പോയത്. അപ്പൊ ഇതിനു മുമ്പ് അപ്പൊ ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ജാസ്മീനും ഗബ്രിയും ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. നമുക്ക് ആ ഇന്റർവ്യൂവിനെ കുറച്ച് കേൾക്കാം. അല്ലാതെ ഞങ്ങളുടെ വീട്ടുകാർക്കറിയാം. ഞങ്ങളുടെ വീട്ടുകാരോട് ഇറങ്ങിയ സമയത്ത് ഇവന്റെ ഫാമിലിയോടും ഞാൻ എന്റെ ഫാമിലിയോടും സംസാരിച്ച കാര്യമാണ്. നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ടായിട്ട് ഞങ്ങൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയം വരെ ഞങ്ങൾ സൗഹൃദ ബന്ധത്തിലുണ്ടാവും. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കോംപ്ലിക്കേഷൻസ് വരും, എക്സ്പെക്ടേഷൻസ് വരും, കുറെ പ്രശ്നങ്ങൾ വരും. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മൾ ആ ഒരു സാധനത്തിൽ ഒരിക്കലും വർക്ക് ആവില്ല, നിൽക്കില്ല. ഭാവിയിൽ അടിച്ചു പിരിയുന്നതിനേക്കാൾ രസം ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ സ്റ്റേ ടുഗദർ ഫോർ എവർ എന്ന് പറയില്ലേ, ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് ഇതിനെക്കുറിച്ച് ഇത്ര എന്താ പറയാ കറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞത്. ദൈവം സമ്മതിക്കുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടരും, ഫ്രണ്ട്ഷിപ്പായിട്ട് തുടരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ദൈവം സമ്മതിച്ച സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഗബ്രി ഇങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ലെന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചത്. ഇനി ഇതിൽ എന്താണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ഒന്നുമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങൾ ഒരുമിച്ച് പറയണം. വെരി ഗുഡ് ഫ്രണ്ട്സ്, ജെനുവിൻലി കെയറിംഗ്, ഡീപ് ലവിംഗ് ഫ്രണ്ട്സ്. ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇവരുടെ ക്ലാരിറ്റി. അറിയാലോ, അന്ന് ചോദിച്ചപ്പം ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഒരു മറുപടിയാണ് ക്ലാരിറ്റി ഇല്ലാത്തതാണ്, ക്ലാരിറ്റി ഇല്ലാമയാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്നുള്ളത്. ഇപ്പൊ മൊത്തത്തിൽ ക്ലാരിറ്റി പോയ സ്ഥിതിക്ക് ഇപ്പൊ നമുക്ക് ഈ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല ഇവിടെ എന്തോ ഈ സംഭവിക്കുന്നത് എന്ന്. കഴിഞ്ഞ ഇടയ്ക്ക് വരെ വലിയ ഗിഫ്റ്റ് ഒക്കെ ഗബ്രി അയച്ചു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇപ്പൊ ആ വീഡിയോ ഒന്നും കാണുന്നില്ല. അപ്പം ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇവരുടെ അക്കൗണ്ട് തുറന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കൈപിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് തോളിൽ ചാരിയത് കൊണ്ടോ അല്ലെങ്കിൽ തോളിൽ കൈവച്ചത് കൊണ്ടോ നശിക്കുന്ന ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട ബോണ്ടൊന്നും അല്ല. അല്ലെങ്കിൽ അതിന്റെ പേര് റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഗബ്രി ജാസ്മിന്റെ തോളിൽ കൈയിട്ടു അപ്പൊ അത് റിലേഷൻഷിപ്പ് തന്നെ ആകണം എന്നുള്ളൊരു സാധനം പറയരുത്. ഗബ്രി ജാസ്മിന്റെ തോളത്ത് കൈയിട്ടതിനോ കൈ പിടിച്ചതിനോ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. ഇനി നമ്മൾ എടുത്തെടുത്ത് പറയണോ? ഈ ആ സീസൺ കണ്ടവർക്ക് അറിയാം. ഇനി നമ്മൾ പ്രത്യേകിച്ച് അവിടെ എന്താ സംഭവിച്ചതെന്നും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്താ സംഭവിച്ചതെന്നും നമ്മൾ ഇനി പറയുന്നില്ല. അവര് പറയുന്നത് തോളത്ത് കൈയിട്ടു, കയ്യിലൊന്ന് പിടിച്ചു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതല്ലെങ്കിൽ അതൊന്നും ആരും ഇവിടെ നിന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അതൊക്കെ മേലെ പോയപ്പോഴാണ് പലരും പല വീഡിയോസും ഒക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങൾ എയറിലേക്ക് പോയതും. ഇനി ഡിപ്രഷൻ പോവും, അയ്യോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഞാൻ ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ മാത്രമാണ് ഞങ്ങളെ ഇഷ്ടപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുള്ളെങ്കിൽ വേണ്ട. അപ്പൊ മനസ്സിലായല്ലോ, അവർ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നുമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാരും വിശ്വസിക്കണം, അത് വേറെ കാര്യം. ഈ ഗബ്രി കാരണം ജീവിതം നശിച്ച ഒരാളാണ് ഈ പറഞ്ഞ ജാസ്മിൻ. എന്തോ പറഞ്ഞാലും കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് അന്ന് കപ്പടിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നത് ഈ ജാസ്മിൻ ആയിരുന്നു. ആദ്യമൊക്കെ ജാസ്മിൻ ഉണ്ടാക്കിയതുപോലെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ജാസ്മിൻ ഉണ്ടാക്കിയ പോലെ ഒരു ഫാൻ ബേസ് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. അവിടെയാണ് ഗബ്രിയുടെ വരവ്. ആ ഗബ്രിയുടെ വരവോടുകൂടിയാണ് ജാസ്മിന്റെ ഗെയിം തന്നെ താഴോട്ട് പോയത്. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആദ്യം കളിച്ചതുപോലെ തന്നെ കളിച്ചിരുന്നെങ്കിൽ, ഈ പറഞ്ഞ ഗബ്രിയുടെ വലയിൽ വീഴാതെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ആ കപ്പ് ജാസ്മിൻ ഇരുന്നേനെ. ജാസ്മിൻ ഇപ്പോൾ ഈ നിൽക്കുന്ന നിലയിലല്ല, ജാസ്മിൻ വേറൊരു ലെവലിലേക്ക് പോയനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഉറപ്പായിട്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നേനെ. അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടിയേനെ. ആ സമയത്ത് അപ്പൊ തന്നെ കിട്ടിയേനെ. ഇത്രയ്ക്ക് ജാസ്മിനെ ഇഷ്ടപ്പെട്ടിരുന്നു പലരും. പക്ഷെ ഈ ഗബ്രിയുടെ കൂടെയുള്ള ആ ഒരു മിംഗ്ലിംഗ് ഈ പറഞ്ഞതുപോലെ ആണ് ഏറ്റവും കൂടുതൽ ജാസ്മിന് വിനയായിട്ട് മാറിയത്. പിന്നെ ആരും പറഞ്ഞു കൊടുത്താൽ പിന്നെ ജാസ്മിന് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി, ഗബ്രിയെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഗബ്രി അവിടെ നിന്ന് ഔട്ടായതിനു ശേഷം അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ, തിരിച്ചു വരുമ്പം കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പലരും പറഞ്ഞു കൊടുത്തു ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, ഗബ്രിയെ നമ്പല്ലേ എന്ന്. ആര് കേൾക്കാൻ? അതല്ലേലും അങ്ങനെയാണ്, ആ സമയത്തൊന്നും കേൾക്കത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അന്നും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ അന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏകദേശം കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയാണെന്നാണ് എനിക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഗബ്രി പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഹോർമോണിന്റെ കാര്യമൊക്കെ ഹോർമോൺ ഉണ്ട്, അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഹോർമോണാണ് ഗബ്രിക്ക്. അപ്പൊ ആ നിയന്ത്രിക്കാൻ പറ്റാത്ത ഹോർമോണിന്റെ ഒരു പ്രശ്നമായിരുന്നു പണ്ടേ ഗബ്രിക്കുണ്ട്. ആ ഹോർമോണിന്റെ പ്രശ്നം ഇപ്പൊ കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജാസ്മിനെ അറിയത്തില്ലെന്ന് പോലും അവിടെ പറയുന്നുണ്ട്. അത് ഇനി കുറഞ്ഞതാണോ കുറച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല.
ഞങ്ങൾ ഒരിക്കലും ആ രീതിയിലേക്ക് പോകില്ല, ഞങ്ങൾ പ്രണയത്തിലേക്ക് പോകില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കണ്ടതല്ലേ എന്റെ ഗബ്രി, നിങ്ങൾ എത്ര വന്ന് വെളിയെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്താണ് കാണിച്ചത്? ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കാട്ടിക്കൂട്ടിയത്? അതിന്റെ പേരിലല്ലേ നിങ്ങൾ ഒരുപാട് പഴി കേട്ടത്? എന്നിട്ട് വന്ന് കിടന്ന് ന്യായീകരിക്കുന്നത്, അന്ന് ന്യായീകരിച്ച കാര്യമാണിത്. ഇപ്പൊ എനിക്ക് ജാസ്മീനെ അറിയത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ജാസ്മീന്റെ അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവര് പിരിഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ പറയാം, ഇവര് രണ്ടുപേരും 2 വർഷത്തേക്ക് പിരിഞ്ഞെന്നിരിക്കട്ടെ. അവിടെ ആർക്കാണ് നഷ്ടം പറ്റുന്നത്? നഷ്ടം വരുന്നത് മൊത്തവും ഈ പറഞ്ഞ ജാസ്മീനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജാസ്മീൻ അല്ലേ നഷ്ടം സംഭവിക്കും? ഗബ്രിക്ക് എന്ത് നഷ്ടം സംഭവിക്കാനാ? ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ഗബ്രി ഇതല്ലെങ്കിൽ വേറൊരു പെണ്ണ്, അല്ലെങ്കിൽ വേറൊരു കൂട്ട്, വേറൊരു ഫ്രണ്ട്ഷിപ്പ്, വേറൊരു ഹോർമോൺ ഉണ്ടാവും ഗബ്രിക്ക്. ആ ഹോർമോണിന്റെ പുറകിൽ പോവും. ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറയും. ഇതൊക്കെയാണ് ഗബ്രിയുടെ വിഷയം. പക്ഷെ ജാസ്മീൻ അങ്ങനെയാണോ? ജാസ്മീൻ എന്ത് വിശദീകരണം പറയും? എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കും അങ്ങനെയാണെങ്കിൽ? ഓക്കെ, എന്തായാലും ജാസ്മീന് നല്ലത് വരട്ടെ, നമ്മൾ അത്രേ പറയത്തുള്ളൂ. ആരും തെറ്റുപറ്റാത്ത മനുഷ്യന്മാരും ഇല്ല, ആർക്കും തെറ്റുപറ്റാം. ആരും നല്ല പുണ്യാളന്മാരോ പുണ്യാളത്തിമാരോ ഒന്നും അല്ല. പക്ഷെ ഇതൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് ഒരു വാശിയുടെ മേളിൽ കാണിക്കുമ്പോഴാണ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ചെയ്തത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾക്കെതിരെ നിന്നവരെ ഞങ്ങളിപ്പോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കാണിച്ച കൂത്തൊക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ നാടകങ്ങളാണെന്നാ കളിച്ചത്, എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് വെളിയിൽ വന്നിട്ടും. ഇതൊക്കെ മറ്റുള്ളവര് വീഡിയോ ചെയ്തൊക്കെ പറയുമ്പം അവർ കുറ്റക്കാരാണ്. എന്ന് വെച്ചാൽ ജാസ്മീനെതിരെ സംസാരിച്ചു, ഒരു പെണ്ണിനെതിരെ സംസാരിച്ചു, ഗബ്രിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ എന്തിനാടാ, നിങ്ങൾ എന്തിനാ കുശുമ്പെടുക്കുന്നത്, അസൂയ എടുക്കുന്നത് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇപ്പൊ എന്തേ? ആർക്കും ഒന്നും പറയാനില്ലേ? ഇവിടെയും ബാധിക്കപ്പെട്ടത് ആരാ? ജാസ്മീനാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ, ആരും തെറ്റും കുറ്റമൊന്നും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ചിലർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കൂടി പഠിക്കണം. ആ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത്. അപ്പോഴത്തെ ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജാസ്മീനും ഗബ്രിയും പിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരം. ഞാൻ പറഞ്ഞതുപോലെ ഈ പിരിഞ്ഞു എന്ന് പറഞ്ഞാലും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ജാസ്മീന് തന്നെയായിരിക്കും. എനിക്ക് ജാസ്മീനോട് നമുക്ക് പ്രത്യേകമായിട്ട് വാത്സല്യവും ഇല്ല, പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ഇല്ല, പ്രത്യേകമായിട്ടുള്ള ദേഷ്യവും ഇല്ല. പക്ഷെ ജാസ്മീൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഒരു വാശിയുടെ പുറത്ത് നമ്മൾ എടുത്ത് ചാടിക്കഴിഞ്ഞ് തിരിച്ച് കയറാനുണ്ടല്ലോ, ഭയങ്കര പാടാണ്. അതിപ്പോ അറിയത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പം ജാസ്മീൻ അത് മനസ്സിലാവും. തന്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ച് നല്ലപോലെയൊക്കെ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഓരോ സമയത്തും നമ്മളത് ചിന്തിക്കും. ആ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചോ ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചോ ഒന്നും ആ സമയത്ത് ചിലപ്പോൾ കുമ്പസരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോവും. ആ ഒരു അവസ്ഥയിലാക്കാണോ ഇപ്പൊ ജാസ്മീൻ എത്തിയത് എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഗബ്രിയുടെ വിശദീകരണം നിങ്ങൾ കേട്ടല്ലോ. ഗബ്രിക്ക് ഇപ്പോഴും ഹോർമോണിന്റെ വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും സിംഗിൾ ആണ്, മിങ്കിൾ ചെയ്യാൻ തയ്യാറുമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മിങ്കിൾ ചെയ്യാം. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനാ? അതിനെക്കൊന്നും ഒരുപാട് വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മോശക്കാരനാക്കണമെന്നോ മോശക്കാരിയാക്കണമെന്നോ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇത്രയായാലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.